അല്ലെ എന്ത് വർത്താനം ഷായ് സാഹിബ് നിങ്ങൾ ഈ പറയണേ? നിങ്ങളൊരു രാഷ്ട്രീയ നേതാവല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങളും പൊളിറ്റിക്സിൽ വിദ്യാസംഘടന വളർന്നു വന്നിട്ട് ജനസേവനത്തിനായിട്ട് വോട്ട് വാങ്ങി വിജയിച്ച മന്ത്രിയാളല്ലേ? നിങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞാൽ ഞാനല്ല, ആദ്യം ഷാജി സാഹിബ് പറയട്ടെ. ഞാൻ എല്ലാ കുട്ടികളോടും പറയാം, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇങ്ങനെ വരുന്നവരെ കാണാറുണ്ട്. നിങ്ങൾ ദയവ് ചെയ്യരുത്, ഭാവി കളയുന്ന രാഷ്ട്രീയം ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തരുത്. ലീഗിന് ചെയ്യരുത്, കോൺഗ്രസിന് ചെയ്യരുത്, ഒരു പാർട്ടിക്കും ചെയ്യരുത്. നേതാക്കന്മാരുടെ മക്കളൊക്കെ ഭയങ്കര സേഫാണ്. ഇന്നലെ പിടിച്ചുപോയ 10-20 മക്കളുടെ ഭാവി തുലാസിലാണ്. അപ്പോഴും ഒരു നേതാവിന്റെ മകനും അതിനകത്തില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. രാഷ്ട്രീയം നിർണ്ണയിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്നാണ്. നിങ്ങൾക്ക് നേരാണെന്ന് തോന്നുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. മറ്റുള്ളവൻ പറയുന്ന നേരിന് വേണ്ടിയല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയം നേരായ വഴിയിലാവുകയുള്ളൂ. അല്ലെ ഇത് പറഞ്ഞപ്പോ ഇത് ഷായ് സാഹിബിന്റെ പൊളിറ്റിക്സ് മാറ്റി വെക്കി. ഇത് പൊതുസമൂഹത്തിൽ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? ഒരു നേതാവ് ഇതുവരെ ഒരു നേതാവ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം വ്യക്തമായിട്ട്? ഇത് കേട്ടപ്പോ മറ്റൊരു നേതാവിന്റെ സംസാരം കേട്ടുനോക്കുക. ഇന്നലെ കെ എം ഷാജിയുടെ ഒരു പ്രസംഗം കേട്ടു. ഒരു മന്ത്രിയല്ലേ അദ്ദേഹം എന്താ പറയുന്നത്? നിങ്ങളെ സ്വയം നശിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതം പോകും. അങ്ങനെയുള്ള ആളുകളൊന്നും നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ ഇറങ്ങരുത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങേണ്ടത് നിങ്ങളുടെ വീടൊക്കെ നോക്കാനുള്ള കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്ന് അദ്ദേഹം പറയാണ്. ഭാഗ്യം ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയൊന്നും ഇദ്ദേഹം കാണാൻ ചിലപ്പോൾ അവരെ ഉപദേശിച്ചേനെ കുട്ടികളോട്. അതെ, അത് കറക്റ്റാ. കാരണം നമ്മളെ ഗാന്ധിജി ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ജയിലിൽ പോയത് ഈടിന്റെ വണ്ടി തല്ലിപ്പൊട്ടിച്ചിട്ടാണല്ലോ. അല്ലെ, ഈടിന്റെ വണ്ടി പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ നേതാവിന്റെ മകളുടെ അഴിമതി സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആണല്ലോ അല്ലെ. അതൊന്നും ഇപ്പൊ ഇവര് ഈ അണികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവിടെ നടന്ന് സ്വാതന്ത്ര്യ സമര ആയിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ നേതാക്കന്മാര്? നിങ്ങൾ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമാണ്, നിങ്ങൾ ജീവൻ കൊടുത്തും ഈ ഇതിൽ പങ്കെടുക്കണം. മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസും അവർ നടത്തിയ സമരവും ഈ സമരമൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കെ എം ഷാജിയുടെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിന്റെ മെറിറ്റിലും ചിന്തിച്ചു നോക്കാൻ. ഇപ്പോ ഈ വിഷയം ഇത്രമേൽ ആകാൻ കാരണം എന്താ? സമരം കൈവിട്ടു പോയതുകൊണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ സമരങ്ങൾ ചെയ്തിട്ടും ഈ റോഡ് ഉപരോധിച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിവിധ സംഘടനകളൊക്കെ തന്നെ പല കാര്യങ്ങളും നേടിയെടുത്തുള്ളത്. ഒരിക്കലും ഒരാളും സമരങ്ങളെയോ ഇത്തരം വിപ്ലവങ്ങളെയോ ഒന്നും ആരും കുറ്റം പറയില്ല. പക്ഷെ അത് കയ്യിൽ നിന്ന് പോകരുത്. അത് ഒരു പരിധി വിട്ട് പോകുമ്പോഴാണ് ഇതുപോലെ മറ്റുള്ളവരെ വധിക്കാൻ ശ്രമിക്കുക, വണ്ടി തല്ലിപ്പൊട്ടിക്കുക, ഗവൺമെന്റ് പ്രോപ്പർട്ടി നശിപ്പിക്കുക, ആ ഒരു ലെവലിൽ എത്തുമ്പോഴല്ലേ. അത് നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നമുള്ളത്. ചില സമയത്ത് എന്ത് ചെയ്യും, അണികൾ സ്ക്രൂ കയറ്റിയിട്ട് നേതാക്കന്മാർ ജയിലിൽ കൊണ്ടുവരും. അല്ലെ ചിലയിടത്തോ നേതാക്കന്മാർ സ്ക്രൂ കയറ്റി അണികളെ ജയിലിൽ. ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത് മുൻനിരയിൽ നിന്ന ബഹുമാന ശിവൻകുട്ടി, അതുപോലെ ജോൺ ബ്രിട്ടാസ് തുടങ്ങി പോളിറ്റ് ബ്യൂറോ മെമ്പർമാര്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ ആളുകൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇതിൽ പാവപ്പെട്ട പ്രവർത്തകരെ മാത്രമല്ല അറസ്റ്റ് ചെയ്തത്. നാടിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നമുക്ക് വ്യക്തത ഉണ്ടാവണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്യുന്നതാണ്. ഇത് ഇപ്പൊ ബഹുമാന ഷായ് സാഹിബിനോട് പറയാനുള്ളത്, ഈ ഒരു നിലപാട് നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളോ വിദ്യാ സംഘടനകളോ ചെയ്യുന്ന സമരത്തിനും ഇതേ നിലപാട് തന്നെ ആകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ ഇന്നോടത്തിന്നത് ഇന്നപ്പന്നത് എന്നുള്ളത് ഒരു സാമൂഹിക ബോധമല്ലാതെ ആരെങ്കിലും പിരികേറ്റിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച നമ്മളെ ഭാവി നമ്മളായിട്ട് നശിപ്പിക്കായിരിക്കും എന്നല്ലേ ഷായ് സാഹിബ് പറഞ്ഞത്? പിന്നെ വേറൊന്നുണ്ട്, ഇതേ ആശയത്തിൽ നമ്മളെ കെ ടി ജലീലും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളായി വന്നൊരു കേസിൽ കുടുങ്ങി ബുദ്ധിമുട്ടണ്ട. ഒരു കേസിൽ കുടുങ്ങിയാൽ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല. ഒരു ജോലി കിട്ടിയാൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും. നേതാക്കന്മാർക്ക് അപ്പോഴും നേരെ ഗൾഫിലേക്ക് പറക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. ഒരു പ്രശ്നവും ഇല്ല.